ഹായ് ഗായ്സ്, എല്ലാവർക്കും ആർക്കെ മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെറൈറ്റി ചെസ് ബോർഡാണ് കേട്ടോ. കാഴ്ചയില്ലാത്തവർക്ക് കളിക്കുവാനായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വ്യത്യസ്തകരമായ ചെസ് ബോർഡാണ്. നമ്മൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കാഴ്ചയില്ലാത്തവർ ചെസ് കളിക്കുന്ന ഒരു ചെസ് ടൂർണമെന്റ്, ഒരു ചെസ് ഫെസ്റ്റിന്റെ ഒക്കെ. അതിലൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് കാഴ്ചയില്ലാത്തവർ ചെസ് കളിക്കുന്നതെന്ന്. ആ സംശയം നമുക്കിന്ന് തീർക്കാം. ഇതാണ് കാഴ്ചയില്ലാത്തവർ കളിക്കുന്ന ചെസ് ബോർഡ്. ഈ ബോർഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മുടെ ചെസ് ബോർഡ്. ഈ ചെസ് ബോർഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും അൺഫോൾഡ് ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പൊ ഈ ചെസ് ബോർഡ് ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇതിങ്ങനെ ഇവിടെ അൺഫോൾഡ് ആക്കി വെക്കാൻ സാധിക്കും. ഇനി ഇതിൽ ഒരുപാട് സ്ക്വയേഴ്സ് ഉണ്ട്. സാധാരണ ഒരു ചെസ് ബോർഡിലെ പോലെ തന്നെ 64 സ്ക്വയേഴ്സും ഈ ഒരു ചെസ് ബോർഡിലും വരുന്നുണ്ട്. ഈ ഒരു ചെസ് ബോർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചെസ് ബോർഡില് ഗ്രീൻ സ്ക്വയേഴ്സ് പൊങ്ങിയ രീതിയിലും വൈറ്റ് സ്ക്വയേഴ്സ് താഴ്ന്ന രീതിയിലുമാണ് ഈ ചെസ് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് സ്പർശിച്ച് ടച്ച് ചെയ്തിട്ട് ഇത് ബ്ലാക്ക് സ്ക്വയർ ആണോ വൈറ്റ് സ്ക്വയർ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിൽ ബോർഡിൽ ചെയ്തിരിക്കുന്ന ഒരു വ്യത്യാസം. ഇനി നമുക്ക് ഇതിലെ കോയിൻസ് പരിചയപ്പെടാം. ഇതിൽ ഈ സൈഡ് ഞാൻ ബ്ലാക്ക് ആയിട്ട് സെറ്റ് ചെയ്യാണ്. ഞാൻ വേഗത്തിൽ സെറ്റ് ചെയ്ത് കാണിച്ചു. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇത് സാധാ പോലെ ചെസ് ബോർഡ് പോലെ തന്നെ ഇതിൽ കോയിൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാഴ്ചയില്ലാത്ത ആളുകൾ ഇതിലെ കോയിൻസ് എങ്ങനെയാണ് പരിചയപ്പെടുന്നത് നോക്കാം. അതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇതൊക്കെ ഈ കാണുന്നതൊക്കെ വൈറ്റ് കോയിൻസ് ആണ്. ഇവിടെ ഉള്ളത് ഫുള്ള് ബ്ലാക്ക് കോയിൻസ് ആണ്. ഇതൊരു വൈറ്റ് റൂക്കും ഇതൊരു ബ്ലാക്ക് റൂക്കും ആണെന്ന് സങ്കല്പിക്കാം. ഈ വൈറ്റിന്റെ റൂക്കിന്റെ മുകളിൽ നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, ഒരു പ്ലെയിൻ ആണ്. പക്ഷെ ഈ ബ്ലാക്ക് റൂക്കിന്റെ മുകളിൽ ഒരു ഡോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതും നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലാക്ക് റൂക്കാണോ ഇത് വൈറ്റ് റൂക്കാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നു. അതേപോലെ തന്നെ ബ്ലാക്കിന്റെ എല്ലാ പീസിന്റെ മുകളിലും ഓരോ ഡോട്ട് വീതം വരുന്നുണ്ട്. ആ ഡോട്ടുകളൊന്നും വൈറ്റിന്റെ പീസുകളുടെ മുകളിൽ വരുന്നില്ല. അങ്ങനെ ബ്ലാക്കും വൈറ്റും ആയിട്ട് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഓരോ കോയിൻസും ഈ ഓരോ സ്ക്വയേഴ്സിലും കാണുന്ന ഒരു ഹോൾ ഉണ്ട്. ഇതിനകത്ത് അടിയിൽ കാണുന്ന ഈ കാല് പോലത്തെ ഈ ഭാഗം ഈ ഒരു ഹോളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ കോയിൻ വീണ് പോകാത്ത രീതിയിൽ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അങ്ങനെ നമുക്ക് ഈ കോയിൻസ് സ്പർശിച്ചിട്ട് ഓരോ മൂവുകളും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് കാഴ്ചയില്ലാത്തവർ ചെസ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെസ് ബോർഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആളുകളെ ഷെയർ ചെയ്തെത്തിക്കണേ. നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും എല്ലാവർക്കും ബൈ.